ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലങ്കാദഹനം. വദനമവികരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടി ദിവസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തിപ്പുറത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിക നിസ്തേജനെന്നുതൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. തിലരസഘൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവം തെരുതെരെ ചുറ്റും ദശാന്തരെ. അതുലബലന ചലതരമവിടെ മരുവീനാൻ അത്യായത സ്ഥൂലമായിതു വാൽത്തതാ. വസനഗണമഖിലവുമൊടുങ്ങിച്ച മഞ്ഞിതു വാലുമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടുവന്നു ചുറ്റിടിനാർ. അതുമുടനൊടുങ്ങി വാശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. വികൃതി പെരുതിവനു വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിയത ശേഷവും. അലമലമിതമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനമിതിനഘമിനി വാലധിക്യാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരും അതു തൊഴുതു തീ കൊളുത്തിടിനാർ പുച്ഛാഗ്രദേശേ പുരന്ദരാരാധികൾ. ബലസഹിതമബലമിവരഞ്ചു ഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപീവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയുമുടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം. പവനജനുമതികൃശ ശരീരനായിടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടവനതിചപലമചലനിഭഗാത്രനായി ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയൊടുരസുമടവുയരുമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറി മേവിടിനാൻ. ഉദവസിത നികരമുടനുടനു പരിവേഗമോടുത്പ്ലുത്യ പിന്നയുമുത്പ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയൊടവനചലമോരോ മണിപ്രാസജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥ ബലപദാതികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും.
അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ വിബുധപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം രഘുകുലപതി പ്രിയ ഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയ നികര മധുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ ചിഗുര ഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപ്പെട്ടു ഭൂമൗ പതിക്കയും ഉടലുരുകിയുടലുഴറിയലറിപ്പാനും ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീഴു പിടഞ്ഞു മരിക്കയും മമതനയാ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടനുടലുരുകി മുറുകി വരുകെന്നതോ മാറ്റുവാനാരുമില്ലയോ ശിവ ശിവ ദുരിതമിതുരജനിചരവരവിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ പരധനവും അമിത പരദാരങ്ങളും ബലാൽ പാപീദശാസിൻ പരിഗ്രഹിച്ചാൽ പുലോ അരികിലനുചിത മധുമതേന ചെയ്തിടാവിൻ ആരോമതിന്റെ ഫലവിതു നിർണയം മനുജ തരുണിയെയൊരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കുമാപത്തായിരിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയൊടു ചപലനായി വൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരയും കരബലമൊടനുദിനമണഞ്ഞു പിടിച്ചതീ കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സി മരുവിന തപോമയ പാവകം അദ്യ രാജേ പിടിപെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കുന്നിലയിലെ വെന്തു മരിക്കയും ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴയും രഘുകുലവരേഷ്ഠദൂതൻ ക്രിയാമാചര രാജ്യമെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതരമനില തനയനമൃതനിധി തന്നിലെ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ പവനജനുദഹനനബി ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയാക കാരണം പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനയാ കൃപാവൈഭവമദ്ഭുതം അത്യന്ത ശീതളനായിതു വന്ധ്യം രജനിചര കുലവിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം തനയധനദാരമോഹാർത്തരന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു
തദഭിമതകാരിയായുള്ളതു തന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ? ഭവതി യദി മനുജ ജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കപികുലവരനുമവനിതനയാ പദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവനക്കരയ്ക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതം ആഗമിച്ചിടുമനന്തസേനാസവം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകുല മദ്ഭരം കാര്യമീനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണ ചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപമകന്നിതു മാമകം. കഥമിനിയുമഹമിഹ വസാമി ശോകേന മത്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ. ജനക നൃപദുഹിതൃഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനാൻ. കളകശുചമിനി വിരഹമലമതിനുടൻ മമ സ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി. തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിടുവൻ. പവനസുത വചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൾ. അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമധ്യമേ. ശുഭചരിതനതിബലമൊടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരപി സാഗരം. കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം. മറിവോടൊരു നിശിരഹസി കൊണ്ടുപോയാലതു മത്പ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം. രഘുകുലജ വരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ. അതിരഭസമയി തനയ വേല ചെയ്തിടുനീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയമവനോടരുൾ ചെയ്തയച്ചീടിനാളിന്ദിരാദേവിയും പിന്നെ വാതാത്മജൻ. തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിനാൻ. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം. വദനം കരചരണം അപി, അതായത് ഒരു കപിക്ക് വാനരന്മാർക്ക് മുഖമോ കയ്യോ കാലോ അല്ല ശൗര്യാസ്പദം. അവരുടെ ശൗര്യം, അത് അവരുടെ ശൗര്യം എന്നത് വാൽമേൽ ശൗര്യമാകുന്നു. വാലാണ് വാനരന് ഏറ്റവും പ്രധാനപ്പെട്ടത്. വയം അതിന്, നമ്മൾ അതിന് ഝടിതി വേഗത്തിൽ തന്നെ വസനേന വസ്ത്രം കൊണ്ട് വാൽ വേഷ്ടിച്ച് ചുറ്റിയിട്ട് വന്നി കൊളുത്തി പുരത്തിലെല്ലായിടവും തീ കൊളുത്തിയിട്ട് ഇവനെ ഈ നഗരത്തിലെല്ലായിടവും രജനീചര പരിവൃഢർ എടുത്തിട്ട് വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ നിഖില ദിശി എല്ലാ ദിക്കിലും പലരുമിഹ എല്ലാവരും കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. ഇവൻ രാത്രി വന്ന കള്ളനാണെന്ന് ഈ ലങ്കാനഗരവാസികൾ അറിയട്ടെ, എല്ലാവരും കാണുക, ഇവനെ എടുത്ത് നടക്കാം. കുലഹതകൻ ഇവൻ അറിക
നിസ്തേജൻ എന്ന് തത്കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കപികുലം. മാത്രമല്ല ഇവനെക്കുറിച്ച് പിന്നീട് ഇവന്റെ കുലത്തിലുള്ളവർ തന്നെ ഇവൻ കുലഹതകനാണ് എന്ന് മനസ്സിലാക്കി നിസ്തേജൻ, ഇവന്റെ തേജസ്സൊക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞ് ആ വാനരക്കൂട്ടത്തിൽ നിന്ന് ഇവനെ നീക്കുകയും ചെയ്തുകൊള്ളും. തിലരസഘൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ, തിലം എണ്ണ, എള്ളെണ്ണ, രസം, ഘൃതം നെയ് തുടങ്ങി അവയാൽ സംസിക്തം അവ നനച്ച വസ്ത്രങ്ങളാൽ, തീവ്രം തെരുതരെ ചുറ്റും ദശാന്തരെ, അങ്ങനെ ഹനുമാന്റെ വാലിൽ ചുറ്റാൻ തുടങ്ങി. അതുല ബലൻ അചലതരം അവിടെ മരുവീടിനാൻ, എന്നാൽ അതുല ബലനായിട്ടുള്ള അവൻ ഒരു പർവ്വതം കണക്കെ അവിടെ വെറുതെ അങ്ങനെ കിടന്നു കൊടുത്തു. എന്നാൽ അവര് പോലും അറിയാതെ അത്യായത സ്ഥൂലമായതു വാൽത്തത, ഹനുമാൻ അവരറിയാതെ തന്റെ വാലിനെ അത്യധികമായിട്ട് വലുപ്പം കൂട്ടി, നീളവും കൂട്ടി. വസനഗണം അഖിലവും, ആ കൊട്ടാരത്തിലെ തുണി മുഴുവനും ഒടുങ്ങിച്ചമഞ്ഞിതു. പക്ഷേ വാലും അതീവ ശേഷിച്ചിതു. പിന്നെയും വാല് പിന്നെയും ബാക്കിയാണ്. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും, അവിടെ ആ കൊട്ടാരങ്ങളിൽ പല കൊട്ടാരങ്ങളുണ്ട്, പല മണിമാളികയിൽ നിന്നും വരുത്തിച്ച പട്ടുവസ്ത്രങ്ങൾ, നിഖില നിലയന നിഹിതം, അവിടെ നിന്നൊക്കെ ശേഖരിച്ച പട്ടാംബരങ്ങൾ, പട്ടുവസ്ത്രങ്ങളും നീലയെ തിരഞ്ഞു കൊണ്ടുവന്ന് ചുറ്റിയിടിനാർ. എല്ലാം ചുറ്റി, അതും ഉടനൊടുങ്ങി. എന്നിട്ടും വാൽ ശേഷിച്ച് കണ്ടളവ് അങ്ങുമിങ്ങും ചെന്ന് കൊണ്ടുവന്നിടിനാർ. പിന്നെയും എവിടെ നിന്നൊക്കെയോ എടുത്തു കൊണ്ടുവന്നു. തിലജ ഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ, തിലജം, തിലജം എന്നാൽ എണ്ണ, എണ്ണയിൽ നിന്നും ഘൃതം നെയ്, ഇവയാൽ സുസ്നേഹം, സുസ്നേഹം എന്നാൽ നനയ്ക്കപ്പെട്ട, സ്നേഹത്തിന് എണ്ണ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ എണ്ണയാൽ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുക ജാലവും ചുറ്റിനാർ. വികൃതി പെരുതിവന് വസനങ്ങളില്ലൊന്നിനി. അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവനൊരു മായാജാലക്കാരനാണ്, ഇനി വസനങ്ങൾ, വസ്ത്രങ്ങളൊന്നും ബാക്കിയില്ല, സ്നേഹവും എണ്ണയും എല്ലാം ഒടുങ്ങി, ഇത് അശേഷവും, ഇനി ഈ ലങ്കാ നഗരത്തിലെ എണ്ണ ശേഷിക്കുന്നില്ല എന്നാണ്. അത്രയധികം വേണ്ടി വന്നു. അലം അലം ഇത് അമലൻ ഇവൻ എത്രയും. പിന്നെ ആളുകൾ ചിന്തിച്ചു, മതി, ഇത്രയൊക്കെ മതി, അത് മതി. മാത്രമല്ല ഇപ്പോൾ അവർക്ക് തോന്നുന്നു, അമലൻ ഇവൻ, ഇവൻ ആളൊരു പരിശുദ്ധനാണ്, എത്രയും ദിവ്യൻ, എന്തോ ദിവ്യത്വമുണ്ട് ഇവന്. ഇതാർക്ക് തോന്നി? അവർ പരസ്പരം പറയുകയാണ്, ഇതാർക്ക് തോന്നി വിനാശത്തിന്? ഇതാരുടെ മനസ്സിൽ വന്ന പൊട്ടബുദ്ധിയാണ് ഇവനെ പിടിച്ചിങ്ങനെയൊക്കെ ചെയ്യാമെന്ന്? ആ ചിന്തിച്ചവർ പെട്ടിരിക്കുകയാണ്. അനലമിഹ, ഇനിയിപ്പോ ഏതായാലും വസ്ത്രം ചുറ്റിയത് മതി. അനലം, അനലം ഇഹ, അനലം എന്നാൽ അഗ്നി, അഗ്നിയെ ഇവിടെ വസനം ഇതിന്, ഈ വസ്ത്രത്തിന്, അനഘമിനി വാലധിക്കാശു, ഈ വാലിന് ആശു കൊളുത്തുവിൻ വൈകരുതേതുമേ, അഗ്നി കൊളുത്തു, ഇനി വൈകിക്കേണ്ട. പുനരവരും അത് പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തര അരാദികൾ, ഇന്ദ്രന്റെ ശത്രുക്കൾ, ദേവന്മാരുടെ ശത്രുക്കൾ, ആ രാക്ഷസന്മാർ. പുച്ഛം എന്നാൽ വാൽ, വാലിന്റെ അഗ്രം, അറ്റത്ത് തീ കൊളുത്തി. ബലസഹിതം അബലമിവ രഞ്ജുഖണ്ഡം കൊണ്ട് ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. ബലസഹിതനായിട്ടുള്ള അവൻ അബലമിവ, എനിക്ക് ഒരു ബലവും ഇല്ല എന്നതുപോലെയാണ്, രഞ്ജുഖണ്ഡം കൊണ്ട് ബദ്ധ്വ, കെട്ടിയിട്ടപ്പെട്ടിട്ട്, ദൃഢതരം ധൃത്വ, നല്ലവണ്ണം മുറുക്കി കെട്ടിയിട്ട്, ആ കപിവരനെ കിതവമതികൾ, വഞ്ചനാമതികളായിട്ടുള്ള അവരാണ് ഹനുമാനെ കള്ളൻ എന്നിങ്ങനെ കൃത്വ, അങ്ങനെ പറഞ്ഞിട്ട്, രവം അരം, വളരെയധികം ഉച്ചത്തിൽ, അരം രവം എന്നാൽ വളരെയധികം ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഗത്വാ പുരവരം, ആ നഗരം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. പറകളെയും ഉടൻ അറിഞ്ഞങ്ങനെ വലിയ പെരുമ്പറ അതങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പശ്ചിമദ്വാരദേശേ പടിഞ്ഞാറ് ഭാഗത്ത് ചെന്ന അനന്തരം ലങ്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പവനജനും അതികൃശ ശരീരനായിടിനാൻ, പെട്ടെന്ന് തന്റെ ശരീരം അങ്ങ് ചെറുതാക്കി കളഞ്ഞു. അപ്പോൾ പാശവും ശിഥിലമായി വന്നിതു, ആ കയറ് കെട്ടഴിഞ്ഞുപോയി. ബലമോടവൻ അതിചപലം അചലനിഭഗാത്രനായി, അങ്ങനെ തന്റെ ശരീരത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സമയത്ത് പിന്നെ വലുതായി, അതിചപലനായിട്ട് അചലനിഭം, ഒരു വലിയ പർവ്വത തുല്യനായി. അങ്ങനെ ബന്ധവും വേർപെട്ടു മേൽപോട്ട് പൊങ്ങിനാൻ. തീപിടിച്ച വാലുമായി ഉയർന്നു പൊങ്ങി. ചരമഗിരി ഗോപുര അഗ്രേ, പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ വായുവേഗേന ചാടിനാൻ. എന്നിട്ട് വാഹകന്മാരെയും തന്നെ വഹിച്ചുകൊണ്ടിങ്ങനെ പറകൊട്ടി നടന്ന അവരെയൊക്കെ കൊന്നവൻ. ഉടുപതിയോട് ഉരസും അടവ് ഉയരം ഇയലുന്ന, ഉടുപതി ചന്ദ്രൻ, ചന്ദ്രനോട് ഉരസുകയാണോ എന്ന് തോന്നുമാറ്, അതാണ് അടവ്. അങ്ങനെ തോന്നുമാറ് ഉയരം ഇയലുന്ന, അത്രയും ഉയരത്തിലുള്ള രത്ന ഉത്തുംഗ സൗധാഗ്രം, അത്രയും അമ്പരചുംബികളായിട്ടുള്ള ആ മണിമാളികയുടെ മുകളിൽ ഏറി മേവീടിനാൻ. അവിടെ കുറച്ചു നേരം നിന്നു. ഉദവസിത നികരം ഉടനുടനുപരി വേഗമോടുത്പ്ലുത്യ, പിന്നീട് ആളുകൾ താമസിക്കുന്ന ഓരോരോ മണിമാളികയിലേക്ക് ചാടി ചാടി പോവുകയാണ്. അതാണ് ഉത്പ്ലുത്യ. പിന്നെയും ഉത്പ്ലുത്യ സത്വരം കനകമണിമയ നിലയം അഖിലം അനിലാത്മജൻ, അങ്ങനെ സ്വർണമണിമയമായിട്ടുള്ള എല്ലാ മണിമാളികകളും അനിലാത്മജനായിട്ടുള്ള ഹനുമാൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും, അങ്ങനെ കത്തിക്കാളുകയാണ് ലങ്കാനഗരം. പ്രകൃതി ചപലതയോടവൻ അചലം, ഓരോ മണിപ്രാസാദജാലങ്ങൾ, ആ വാനരന്മാർക്ക് പ്രകൃതിയാ കിട്ടുന്ന അവരുടെ ആ ഒരു വേഗതയോടുകൂടെ അചലം, വളരെ പെട്ടെന്ന് തന്നെ ഓരോരോ മണിപ്രാസാദജാലങ്ങൾ, ഓരോ മണിമാളികകൾ അങ്ങനെ ചുട്ടുതുടങ്ങിനാൻ. ഗജ തുരക രഥ ബലപദാദികൾ പങ്ക്തിയും, അതുമാത്രമല്ല ആനകൾ, കുതിരകൾ, രഥം, സൈന്യബലങ്ങൾ, ഇങ്ങനെയുള്ള പങ്ക്തി, അത്രയും കൂട്ടം, ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും, എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോയിട്ട് അനലശിഖകളും അനിലസുത ഹൃദയവും തെളിഞ്ഞാഹന്ത. അനലശിഖകൾ അഗ്നിജ്വാലകൾ, അതുപോലെ അനിലസുത ഹൃദയവും, ഓരോ മണിമാളികയും കത്തുമ്പോൾ അനിലസുതനായിട്ടുള്ള ഹനുമാന്റെ ഹൃദയവും അങ്ങനെ തെളിഞ്ഞ് ആഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ, താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവുന്നു എന്ന് കാണുമ്പോൾ ഭഗവാനിൽ മനസ്സങ്ങനെ ഉറപ്പിക്കുകയാണ്. വിബുധപതിയുടെ നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ. ഇവിടെ ഒരു ഉപമയാണ്. വിബുധപതി ഇന്ദ്രൻ, ഇന്ദ്രനോട് ഈ രാക്ഷസാലയം ഇതാ വെന്തു വെണ്ണീറാകുന്നു എന്ന വൃത്താന്തം അറിയിച്ചു കൊള്ളുവാൻ എന്ന പോലെ അഹമഹമിക ആധിയ, ഞാൻ ആദ്യം പോയി പറയും എന്ന രീതിയിൽ പാവകജ്വാലകൾ, അഗ്നിജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് എഴുത്തച്ഛൻ പറയുന്നത്. അഗ്നിജ്വാലകൾ ഇങ്ങനെ, നീ പോവരുത്, ഞാൻ പോയിട്ട് പറയും ഇന്ദ്രനോട്, ഇതാ രാക്ഷസാലയം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിജ്വാലകൾ അങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. അമ്പരചുംബികളായിട്ട് അഗ്നിജ്വാലകളും അങ്ങനെ ഉയരുന്നു എന്നാണ് അർത്ഥം. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ, ഈ ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ രത്നങ്ങളാലും ഭൂതിപരിപൂർണമായുള്ള അലങ്കരിച്ച ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിതദ്ഭുതം. ഹനുമാൻ അതൊക്കെ ദഹിപ്പിച്ചുവെങ്കിൽ പോലും എന്തോ ഒരു തെളിമയാണ് അവിടെ ഉണ്ടായത് എന്നാണ്. കാരണം അതുപോലും ഒരു ഐശ്വര്യമായി തീർന്നു എന്ന രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ ഭൂതി എന്നതിന് ഭസ്മം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ എല്ലാം വെണ്ണീരായി എന്ന അർത്ഥത്തിലും എടുക്കാം. ദശവദന സഹജ ഗൃഹം എന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രാവണന്റെ സഹജനായിട്ടുള്ള വിഭീഷണന്റെ
ഗൃഹം ഒഴികെ മറ്റുള്ള ദേവാരി ഗേഹങ്ങൾ, മറ്റുള്ള രാക്ഷസന്മാരുടെ ഗൃഹങ്ങൾ വെന്തുകൂടി ജപം, എല്ലാം ഒന്നിനൊന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. വിഭീഷണ മന്ദിരത്തെ ഒഴിച്ചു നിർത്തിയിട്ടാണ് തീ കൊളുത്തിയത്. കനകമണിമയ നിലയ നികരമത് വെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ. അങ്ങനെ ഇതിന്റെയൊക്കെ ഉള്ളിൽ ആളുകൾ താമസമുണ്ട്. അങ്ങനെ സ്ത്രീജനങ്ങളൊക്കെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ചിഗുരഭര വസന ചരണാദികൾ, അവരുടെ മുടി കത്തിയെരിയുന്ന ആ ഒരു മണം, വസനം, വസ്ത്രങ്ങൾ, കൈകാലുകൾ, ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ട് ഭൂമൗ പതിക്കയും. അങ്ങനെ അവരൊക്കെ വീണ് വെന്തുരുകുകയാണ്. ഉടലുരുകി ഉരുകി ഉടനുഴറി അലറിപ്പാഞ്ഞും ഉന്നതമായ സൗധങ്ങളിലേറിയും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അടുത്ത മാളികയിൽ പോകും. അപ്പോൾ അവിടെയും കത്തും. ദഹനൻ ഉടൻ അവിടെയും അടുത്ത് ദഹിപ്പിച്ചു. താഴത്ത് വീണ് പിടഞ്ഞു മരിക്കയും. മമതനയാ രമണാ ജനകാ പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. അപ്പൊ ആ സ്ത്രീകളൊക്കെ നിലവിളിക്കുകയാണ്. മരണം ഉടൻ ഉടലുരുകി മുറുകി വരികെന്നത് മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവശിവ. ആ സ്ത്രീകളൊക്കെ നിലവിളിക്കുകയാണ്. അയ്യോ, ഇങ്ങനെ ഞങ്ങളുടെ നേർക്ക് മരണം ഇങ്ങനെ ഉരുകി വരുന്നത് പോലെ ഉടലുരുകി വരുന്നു, മുറുകി വരുന്നു. ഇത് മാറ്റുവാൻ ആരുമില്ലല്ലോ ഭഗവാനെ. ദുരിതമിത്, ഈ ദുരിതം രജനിചര വര വിരചിതം, ഇത് രാവണൻ വിളിച്ചു വരുത്തിയതാണ് ദൃഢം. മറ്റൊരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരതാരങ്ങളും, അവന്റെ ഈ അത്യാഗ്രഹം, മറ്റുള്ളവരുടെ ധനം വേണം, മറ്റുള്ളവരുടെ ഭാര്യമാരെ വേണം. ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം, അതിന്റെയൊക്കെ ശിക്ഷയാണിത്. അറികിൽ അനുചിതം അത് മതേന ചെയ്തിടാവിൻ. അപ്പോ ഈ വെണ്ണീറാകുന്ന സമയത്ത് അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അനുചിതം അത് അറിയിൽ, നിങ്ങൾ അറിയുക, ഇത് അനുചിതമാണ്, ഇങ്ങനെ ചെയ്യരുതാരും. മതേന ചെയ്തിടാവിൻ, ചെയ്യരുതേ ആരും. അതിന്റെ ഫലം ഇത് നിർണയം, ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഫലം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു, മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതിന്റെ ഫലം അവർക്ക് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അതിന്റെ പാപമുണ്ടാകും. അതാണ് പറയുന്നത്. സുകൃത ദുരിതങ്ങളും കാര്യം അകാര്യവും. സുകൃതം, അതുപോലെ ദുരിതങ്ങൾ, കാര്യം അകാര്യം, ചെയ്യാൻ പാടില്ലാത്തത്, ഇവയൊക്കെ സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുദ്ധജനം. ഇത് എഴുത്തച്ഛന്റെ ഒരു ഉപദേശമാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ജാഗ്രത എപ്പോഴും പുലർത്തുക തന്നെ വേണം. മദനശര പരവശതയോട് ചപലനായി വൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും, ആ ശാപമാണിത്. പതിവ്രതകളെയാണ് ഈ പിടിച്ചുകൊണ്ടുവരുന്നത്. കരബലമോട് അനുദിനം അണഞ്ഞു പിടിച്ചതി കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. ഇങ്ങനെ എത്രയോ പതിവ്രതകളുടെ ചാരിത്രത്തെ ഇവൻ കളഞ്ഞിട്ടുണ്ട്. അവർ മനസ്സി മരുവിന തപോമയ പാവകൻ. ആ പതിവ്രതകളുടെ മനസ്സ്, ആ മനസ്സാകുന്ന തപോമയമായിട്ടുള്ള അഗ്നിയാണ് അദ്യ രാജ്യെ പിടിപെട്ടിത് കേവലം. അതാണ് ഈ രാജ്യത്ത് ഇങ്ങനെ പടർന്നു പിടിച്ചത്. നിശിചരികൾ ബഹുവിധം ഓരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തുമരിക്കയും. ശരണമിഹ കിമിതി പല വഴിയും ഉടനോടിയും. ശാഖികൾ വെന്ത് മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവര ഇഷ്ടദൂതൻ, രഘുകുലന്റെ ഇഷ്ടദൂതനായിട്ടുള്ള ഹനുമാൻ ത്രിയാമാചര രാജ്യം. ത്രിയാമാചരം എന്നാൽ രാക്ഷസരാജ്യം. 700 യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുത ഭോജനം നൽകിനാൻ. അഗ്നിക്ക് ഗംഭീരമായൊരു സദ്യ കൊടുത്തു എന്നാണ്. അതാണ് സരസ ബഹുവിഭവയുത ഭോജനം. സന്തുഷ്ടനായതു പാവകദേവനും. അങ്ങനെ അഗ്നിക്ക് നല്ലൊരു സദ്യ ഉണ്ടതിന്റെ ഒരു തൃപ്തി. ലഘുതരം അനില തനയൻ അമൃതനിധി തന്നിലെ. പെട്ടെന്ന് തന്നെ അനില തനയനായിട്ടുള്ള വായുവിന്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ അമൃതനിധി തന്നിൽ ലാങ്കൂലം, തന്റെ വാൽ തച്ച് തീ പൊലിച്ചിടിനാൻ. ആ തീ അണച്ചു. അമൃതനിധി എന്നാൽ വീണ്ടും സമുദ്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് തീയൊക്കെ അണച്ചു.
പവനജന് ദഹനനഭി ചുട്ടതില്ലേതുമേ. പവനജനായിട്ടുള്ള ഹനുമാന് അഗ്നി ഒരു തരത്തിലുള്ള ചൂടും കൊടുത്തില്ല. കാരണം പാവകന് ഇഷ്ടസഖിയാക കാരണം. പാവകന് ഈ അഗ്നിക്ക് ഇഷ്ടമാണ് ഹനുമാനെ. കാരണം എല്ലാ ദേവന്മാർക്കും ഇഷ്ടമാണ്. അതുപോലെ ഈ പവനനും അഗ്നിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പവനന്റെ മകനായിട്ടുള്ള ഈ ഹനുമാന് ഒരു തരത്തിലുള്ള ചൂടും അഗ്നി കൊടുത്തില്ല. അതുപോലെ തന്നെ പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ. അതുകൊണ്ടൊക്കെയാണ് ആ അഗ്നിബാധ ഹനുമാനെ ഒട്ടും ബാധിക്കാതിരുന്നത്. അവനി തനയാ കൃപാ വൈഭവം അദ്ഭുതം അത്യന്ത ശീതളനായതു വന്ഹിയും. അഗ്നി തണുപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് അത്രയും ശീതളമായി എന്നാണ് പറയുന്നത്. രജനിചര കുല വിപിന പാവകനാകിയ ഈ രജനിചരം കുലമാകുന്ന കാടിന് ഒരു പാവകനാകിയ കാട്ടുതീയായ രാമനാമസ്മൃതി കൊണ്ട് മഹാജനം തനയ ധന ദാര മോഹാർത്തരെന്നാകിലും. ഇവിടെ എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ രാക്ഷസ കുലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന കാട്ടുതീയായിരിക്കുന്ന രാമമന്ത്രം ഏതൊരു ജനമാണോ ജപിക്കുന്നത് അവർ പുത്രൻ, ധനം, ഭാര്യ ഇങ്ങനെയുള്ള മോഹാർത്തരെന്നാകിലും താപത്രയ അനലനെ കടന്നിടുന്നു. ഈ ലോകത്തിലുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇങ്ങനെയുള്ള താപത്രയമാകുന്ന അനലനെ, അഗ്നിയെ കടന്നിടാൻ സഹായിക്കുന്നതാണ് രാമനാമമന്ത്രം. അങ്ങനെയാകുമ്പോൾ തദഭിമതകാരിയായുള്ള ദൂതന്, അപ്പോൾ ആ രാമമന്ത്രം ഏതൊരു രാമനെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ രാമന് അഭിമതം ചെയ്യാനുള്ള ദൂതന് സന്താപം പ്രകൃത അനലേന, ഈ പ്രകൃതിയിലുള്ള അഗ്നിയാൽ ആ ദൂതനൊരു ദുഃഖം സംഭവിക്കുമോ? ഭവതി യതി മനുജ ജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. യതി ഒരു പക്ഷേ മനുജജനനം ഭവതി, മനുഷ്യനായി ഭൂമിയിൽ, ഭുവി സാമ്പ്രതം ഇപ്പോൾ നിങ്ങൾ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ പങ്കജലോചനനെ ഭജിച്ചിടുവിൻ, ആ ഭഗവാനെ ഭജിക്കൂ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം, ആ അനന്തശായിയായിട്ടുള്ള ഭഗവാനെ ഭുവി, ഈ ഭൂമിയിൽ ഭൂതദൈവ ആത്മസംഭൂത താപാപഹം. നേരത്തെ പറഞ്ഞ താപത്രയങ്ങളാണ്. ഭൂതം എന്ന് വെച്ചാൽ ആധിഭൗതിക ദുഃഖം, ദൈവം എന്നാൽ ആധിദൈവിക ദുഃഖം, ആത്മ എന്ന് വെച്ചാൽ ആധ്യാത്മിക ദുഃഖം. ഇങ്ങനെ ആയിട്ടുള്ള സംഭൂതമായിട്ടുള്ള താപ അപഹം ഇതിനെയൊക്കെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള 3 ദുഃഖങ്ങളും ഇല്ലാതെയാകും. ഇങ്ങനെ തന്റെ വാലിലെ തീ അണച്ചതിന് ശേഷം തദനു കപികുല വരനും അവനി തനയാപദം, വീണ്ടും സീതാദേവിയുടെ അടുത്ത് പോയിട്ട് ആ പാദം താണ് തൊഴുത് നമസ്കൃത്യ ചൊല്ലിനാൻ, നമസ്കരിച്ചു പറഞ്ഞു, അഹം ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക് അജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. ഞാനിതാ രാമന്റെ അടുത്തേക്ക് പോവുകയാണ്, ഇനി പെട്ടെന്ന് തന്നെ, അതാണ് ഉഴറി നടകൊള്ളുന്നു, ഇനി നേരം കളയുന്നില്ല, ഞാനിതാ പോവുകയാണ്. അജ്ഞാപയാശു, എനിക്ക് ആജ്ഞ തരൂ. രഘുവരനും അവരജനും അരുണജനുമായിട്ട്, അരുണന്റെ പുത്രനും രഘുവരനും ലക്ഷ്മണനുമായിട്ട് ദ്രുതം വളരെ പെട്ടെന്ന് ആഗമിച്ചിടും അനന്തസേനാസമം, അനന്തമായിട്ടുള്ള സൈന്യബലത്തോടുകൂടെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. മനസ്സി തവ ചെറുതു പരിതാപം ഉണ്ടാകൂല, ഒരു ചെറിയ ദുഃഖം പോലും ഉണ്ടാവരുത്. മദ്ഭരം കാര്യമിനി ജനകാത്മജേ, മദ്ഭരം എന്നാൽ എല്ലാം എനിക്ക് വിട്ടു തന്നേക്കൂ, ഞാൻ ദേവി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. മദ്ഭരം കാര്യം, ഇനി എല്ലാം എന്റെ ചുമലിലാണ്. ജനകാത്മജേ ദേവി. തൊഴുത് അമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. സീതാദേവിക്ക് തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഈ പരിസരത്തുണ്ട് എന്നത് വലിയ സന്തോഷമായിരുന്നു. അപ്പോ കുറച്ചു നാളത്തേക്കാണെങ്കിലും ഹനുമാൻ പോകുന്നു എന്ന് കണ്ടപ്പോ ഒരു സങ്കടം.
എന്നിട്ട് ദേവി പറഞ്ഞു, മമ രമണ ചരിതം ഉര ചെയ്ത നിന്നെ കണ്ട് മാനസതാപം അകന്നിതു മാമകം. എന്റെ പ്രിയപ്പെട്ടവന്റെ ചരിതം എന്നോട് പറഞ്ഞ നിന്നെ കണ്ടിട്ട് തന്നെ എന്റെ ദുഃഖമൊക്കെ പോയിരുന്നു. കഥം ഇനിയും അഹമിഹ വസാമി, ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുക? ശോകേന മത്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന, എന്റെ പ്രിയതമനെ കുറിച്ച് പറയുന്ന ആ ഒരു വൃത്താന്തം കേട്ടിട്ടെങ്കിലും എനിക്കിങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷെ നീയും പോവുകയാണല്ലോ. ജനക നൃപ ദുഹിതൃഗിരം, ആ ജനകന്റെ മകളായ സീതയുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം. അപ്പൊ ഹനുമാന് ദുഃഖമായി. തൊഴുത് ചൊല്ലിയിടിനാൻ ഇങ്ങനെ പറഞ്ഞു, കളക ശുചമിനി, ദയവ് ചെയ്ത് ഈ ദുഃഖം ഇല്ലാതാക്കൂ. വിരഹം അലം, മതി ഈ വിരഹ ദുഃഖം. അതിനുടൻ ശരി, എങ്കിൽ ഒരു കാര്യം ചെയ്യൂ. കാരണം ഹനുമാന് സഹിക്കുന്നില്ല സീതാദേവി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ. എങ്കിൽ ഇനി ശ്രീരാമചന്ദ്രൻ വരാനൊന്നും കാത്തു നിൽക്കേണ്ട, വരൂ. മമ സ്കന്ധം ആരോഹക്ഷണേന, എന്റെ സ്കന്ധം എന്റെ തോളിലേറൂ ദേവി. ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധം ഉപഗമ്യ, യോജിപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം രാമന്റെ അടുത്തേക്ക്. വരൂ, എന്റെ കൂടെ വരൂ. താപമശേഷ അദ്യയേവ തീർത്തിയിടുവൻ, ദേവി ഇനി ഒരു നിമിഷം പോലും വിഷമിക്കേണ്ട, എന്റെ കൂടെ വരൂ, ഞാൻ കൊണ്ടു ചെന്ന് ചേർക്കാം നിങ്ങളെ. പവനസുത വചനമിതി കേട്ടു വൈദേഹിയും, ദേവിക്ക് വലിയ സന്തോഷമായി. പാരം പ്രസാദിച്ച് പാർത്തു ചൊല്ലിയിടിനാൾ. എങ്കിലും ദേവി പറഞ്ഞു, അതിന് തവ കരുതും അളവില്ലൊരു ദണ്ഡമെന്ന് ആത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശരിയാണ് ഹനുമാനെ, അങ്ങയ്ക്കിത് പറ്റുമെന്ന് തവ കരുതുമളവ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ അത് ചെയ്യാൻ സാധിക്കുമെന്ന്, ഒരു ദണ്ഡമെന്ന് ആത്മനി, ഒരു വിഷമവുമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ആത്മനി എനിക്ക് വന്നിതു വിശ്വാസം, എനിക്ക് വിശ്വാസമാണ്. ഹനുമാൻ എന്നെ അക്കരെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ശുഭചരിതൻ, നല്ല കീർത്തിയെ നേടാനുള്ള അതിബലമോടാശു, അതിബലവാനായിട്ടുള്ള എന്റെ ഭർത്താവ് ദിവ്യാസ്ത്രേണ ശോഷണ ബന്ധനാദ്യൈഹി, ശോഷണം എന്നാൽ സമുദ്രത്തെ വറ്റിച്ച് സേതുബന്ധനം ചെയ്ത് ഇങ്ങനെയൊക്കെ സാഗരം, ആ വലിയ സാഗരത്തെ കപികുല ബലേന കടന്ന്, നിങ്ങളൊക്കെ ചേർന്ന ആ സൈന്യത്തോടുകൂടെ കടന്ന് ജഗത്രയ കണ്ടകനെ, ഈ ജഗത്രയത്തിനും ശത്രുവായിട്ടുള്ള രാവണനെ കൊന്ന് കൊണ്ടുപോകാശുമാം, എന്നെ വന്ന് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകും. മറിവോടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലത്, ഇനി അതിന് മറിച്ച് ഹനുമാന്റെ ചുമലിലേറി ഞാൻ ഈ രാത്രിയിൽ ആരും അറിയാതെ എന്നെ കടത്തിയാൽ അത് മത് പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം, എന്റെ പ്രാണനാഥന്റെ കീർത്തിക്ക് അത് ചേരുകയില്ല, അത് വേണ്ട. രഘുകുലജ വരൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരഭസം ഐ തനയാ, അല്ലയോ മകനെ, എത്രയും പെട്ടെന്ന് രാവണനെ കൊന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേല ചെയ്തിടൂ. നീ അത് മാത്രം ചെയ്താൽ മതി. എന്നെ ഇവിടുത്തെ ദുഃഖം നീ അറിയിക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോവുക. അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ, ഞാൻ എങ്ങനെയെങ്കിലും അത്രയും ദിവസം പിടിച്ചു നിന്നുകൊള്ളാം. ഇതി സദയം അവനോടരുൾ ചെയ്ത് അയച്ചിടിനാൾ ഇന്ദിരാദേവിയും. ഇങ്ങനെ ഹനുമാനോട് പറഞ്ഞ് ഹനുമാനെ യാത്ര അയച്ചു. പിന്നെ വാതാത്മജൻ തൊഴുത് അഖില ജനനിയോട് യാത്ര വഴങ്ങിച്ച് തൂർണം മഹാർണവം കണ്ട് ചാടിയിടിനാൻ. അങ്ങനെ തിരിച്ചു വീണ്ടും ആ സമുദ്രത്തെ ചാടിക്കടന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.